മാർക്കോവ് ചെയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എ മാർക്കോവ് ചെയിൻ ഹാസ് 2 സ്റ്റേറ്റ്സ് എ ആൻഡ് ബി ആൻഡ് ഹാവ് ദ ഫോളോവിംഗ് പ്രോബിലിറ്റീസ്. 2 സ്റ്റേറ്റ്സ് ഉണ്ട്, എയും ബിയും. അപ്പൊ നമ്മളിവിടെ എന്തെടുത്തു? സ്റ്റേറ്റ് എക്ക് നമ്മൾ 1 എന്നും സ്റ്റേറ്റ് ബിക്ക് നമ്മൾ 2 എന്നും ഡിനോട്ട് ചെയ്തു. 1 ഉം 2 എക്കും ബിക്കും വരും, 1 ഉം 2 എന്നും ഡിനോട്ട് ചെയ്തു. നമുക്കിവിടെ എന്താണ്? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വേണം ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് ഫോം ചെയ്യാൻ. ഇവിടെ TPM തന്നിട്ടില്ല. TPM എന്താണ്? ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി അത് ഫോം ചെയ്യണം. എയും ബി ആണല്ലോ. ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് എ, ഇറ്റ് സ്റ്റേസ് അറ്റ് എ വിത്ത് പ്രോബിലിറ്റി 1/3 ആൻഡ് മൂവ്സ് ടു ബി പ്രോബിലിറ്റി 2/3. അതെന്താണ് പറയുന്നത്? നമുക്ക് TPM മേക്ക് ചെയ്യാം. പി എന്താണ്? എയും ബിയും. എയും ബിയും എയിൽ തുടങ്ങി എയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പ്രോബിലിറ്റി എന്താണ്? 1/3 ആണ്. അത് ബിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ പ്രോബിലിറ്റി 2/3. കണ്ടോ? എയിൽ തുടങ്ങി എയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ 1/3, ബിയിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ 2/3. അടുത്തെന്താണ് പറയുന്നത്? ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ബി ആൻഡ് സ്റ്റേസ് അറ്റ് ബി, ബിയിൽ തുടങ്ങി ബിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വിത്ത് പ്രോബിലിറ്റി 1/5, ബി 1/5. അത് മൂവ്സ് ടു എ ആണെങ്കിലോ, ബിയിൽ തുടങ്ങി എയിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് 4/5. നമ്മൾ TPM മേക്ക് ചെയ്തു. കണ്ടോ? ഇപ്പോഴാണ് TPM കിട്ടിയത്. ഇനി എന്താണ് പറയുന്നത്? Let xn denotes the state of the process at step A. Step n equal to 0, 1, 2. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. If the process is equally likely to start in each state. എയും ബിയും 2 സ്റ്റേറ്റ് ഉണ്ട്. അപ്പം ഇനിഷ്യൽ സ്റ്റേറ്റ് എ വരാനും ബി വരാനുള്ള ചാൻസ് എന്താണ്? ഈക്വലി ലൈക്ലി ആണ്. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജ് എ വരാനും ബി വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 1 വരുന്നതും പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 2 വരുന്നതും സെയിം ആണ്. അപ്പൊ 1/2 1/2 ഇതാണ് ഇനിഷ്യൽ പ്രോബിലിറ്റി. പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 1 വരുന്നതും പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 2 വരുന്നതും ഈക്വൽ ആണ്, 1/2. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് x1 ഈക്വൽ ടു x2. x1 ഈക്വൽ ടു x2 വരാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് വേണ്ടത്? പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു x2. We have to find probability of x1 equal to x2. ഈ x1 ഉം x2 ഉം ഈക്വൽ ആവുന്ന കേസ് ഏതൊക്കെയാണ്? ഇവിടെ ആകെപ്പാടെ 1 ഉം 2 2 സ്റ്റേറ്റേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ വരാം? പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു x2 വരുന്നത് എപ്പോഴൊക്കെയാണ്? അതായത് പ്രോബിലിറ്റി ഓഫ് x1 x2 ഈക്വൽ ആവണമെന്നല്ലേ ഉള്ളൂ. 1 ഉം 2 ആണ് വരുന്നത്. അപ്പൊ x1 1 ഉം x2 1 ഉം അല്ലെങ്കിൽ x1 2 ഉം x2 2, ഈ 2 ചാൻസ് അല്ലേ ഉള്ളൂ. x1 ഉം x2 ഉം 1, x1 ഉം x2 ഉം 2, ഈ 2 ചാൻസ് ആണ് ഉള്ളത്. അപ്പൊ എന്ത് പറയാം? പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 ആൻഡ് x2 ഈക്വൽ ടു 1. അത് പറയണം. യൂണിയൻ പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 ആൻഡ് x2 ഈക്വൽ ടു 2. ഇത് രണ്ടും അല്ലേ? രണ്ടും കൂടെ ചേർന്ന് വരുന്നുണ്ട് യൂണിയൻ. പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 ആൻഡ് x2 ഈക്വൽ ടു 1. യൂണിയൻ പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 ആൻഡ് x2 ഈക്വൽ ടു 2. ഇതെങ്ങനെയും ആൻഡ് ആണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 കോമ x2 ഈക്വൽ ടു 1 ഇതല്ലേ? യൂണിയൻ പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 കോമ x2 ഈക്വൽ ടു 2 അല്ലേ? രണ്ടും സെയിം ആണ്. അതുകൊണ്ട് ഇപ്പൊ തിരിച്ചെഴുതാനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് സാധാരണ എഴുതുന്നത് എങ്ങനെയാണ്? ഹയർ ടു ലോവർ ആണ്. പ്രോബിലിറ്റി ഓഫ് ഇതാണ് ആദ്യം എഴുതേണ്ടത്. x2 ഈക്വൽ ടു 1 കോമ x1 ഈക്വൽ ടു 1. യൂണിയൻ പ്രോബിലിറ്റി ഓഫ് തിരിച്ചെഴുതും. x2 ഈക്വൽ ടു 2 യൂണിയൻ അല്ല കോമ x1 ഈക്വൽ ടു 2. ഇപ്പോഴാ ശരിക്കും രീതിയിലായല്ലോ. ഇനി എന്താണ്? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 1 x1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 സ്റ്റെപ്പാണ്. പിയില് എന്താണ്? 1 1 അല്ലേ? p1 1. എന്താണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ? യൂണിയൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. പ്ലസ് ഇതെന്താണ്? പി ഒറ്റ സ്റ്റെപ്പ് അല്ലേ? p2 2. p1 1ഉം p2 2ഉം ആഡ് ചെയ്താൽ മതി. p1 1 എന്താണ്? a ആണ് 1 എന്ന് പറഞ്ഞത്. a1. അപ്പൊ 1 1 1/3. 2 2 2 എന്താണ്? 2 2. b b
അതായത് 1/5 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? LCM ആയിട്ട് 15 താഴെ വരും, 8/15 എന്ന് വരും. സോറി, തെറ്റിപ്പോയി ഇവിടെ. ഒരു കാര്യം കൂടെ ചെയ്യാൻ മറന്നുപോയി. ഇതെന്താണ്? P11 ഇൻറ്റു ഒന്നും കൂടെ ഉണ്ട്, പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 കൂടെ ഉണ്ട്, അത് വിട്ടുപോയി. പ്ലസ് P അടുത്തതാണ് 22 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2. ഇതെടുക്കാൻ വിട്ടുപോയി. പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 കൂടെ വേണം, എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. P11 എന്താണ്? P11 1/3 ആണ്. 1/3 പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 പ്ലസ് P22 എന്താണ്? 1/5 പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2. ഇനി എന്ത് കൂടെ വേണം? പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 കൂടെ കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? πn ഈക്വൽ ടു π0 p⁻n എന്നറിയാം. ഇവിടെ വേണ്ടത് π1, x1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ π1 ഈക്വൽ ടു π0 p⁻1 ഇതല്ലേ വേണ്ടത്? എന്താണ് ഈ π1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. π1 എന്താണ്? π0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനിഷ്യൽ പ്രോബിലിറ്റി ആണ്. π എന്താണ്? 1/2 ഇനിഷ്യൽ പ്രോബിലിറ്റി എന്താണ് പറയുന്നത്? 1/2 ആണ്. 1/2 ഇൻറ്റു പി എന്താണ്? ഇതാ ഈ മെട്രിക്സ്, അതായത് 1/3 4/3 2/3 1/5 4/5 1/3 2/3 4/5 1/5. ഇതൊന്നും ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് 17/30 13/30 ഇതാണ് കിട്ടുന്നത്. ഒരു റോ മെട്രിക്സ് ആണ് കിട്ടിയത്. ഇതിന്റെ അർത്ഥം എന്താണ്? എയും ബിയും 2 സ്റ്റേറ്റേ ഉള്ളൂ. π1 ആണ് കണ്ടുപിടിച്ചത്. അതായത് പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ആദ്യം കാണുന്ന 17/30 ആണ്. പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 എന്താണ്? പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 എന്ന് പറയുന്നത് 13/30 ഇതാണ് കിട്ടിയത്. ഇത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 കിട്ടി, പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 കിട്ടി. x1 ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ആദ്യത്തത്, x1 ഈക്വൽ ടു 2 രണ്ടാമത്തത്. ആ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കൊടുക്കാമല്ലോ. 1/3 എന്താണ്? പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 17/30 പ്ലസ് 1/5 എന്താണ്? പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 13/30 അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആവും. അതായത് 17/90 പ്ലസ് 13/150 ആഡ് ചെയ്യുമ്പോൾ 62/225 എന്ന് കിട്ടും. ഇതെന്താണ് കിട്ടിയത്? പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു x2 ആണ്. x1ഉം x2ഉം ഈക്വൽ ആവാനുള്ള ചാൻസ് ആണ്, പ്രോബിലിറ്റി ആണ് 62/225 എന്നുള്ളത്. ഓക്കെ, ഒരു KTU ക്വസ്റ്റ്യൻ ആണ്. KTU ഡിസംബർ 2019 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു TPM തന്നിട്ടുണ്ട്. 3 സ്റ്റേറ്റ്സ് ആണ്, 1 2 3. പിന്നെ എന്ന് പറയുന്നുണ്ട് ഇനിഷ്യൽ പ്രോബിലിറ്റി അറിയാം 0.7. 1 വരുന്നത് P1 0.7 P2 0.2 P3 0.1 അല്ലേ? P1 എന്ന് പറയുന്നത് 0.7 P2 0.2 P3 0.1. 3 സ്റ്റേറ്റ്സ് അല്ലേ? 1ഉം 2ഉം 3ഉം. അപ്പൊ ഇവിടെ ഒന്ന് ചെറുതായിട്ട് 1 2 3 1 2 3 ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതായത് പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 2 ഗിവൺ x0 ഈക്വൽ ടു 1. ഇതെങ്ങനെ ചെയ്യും? x1 അടുത്ത് x0 ശരിയാണ്. ഇനി എന്താണ്? ഇത് P12 അല്ലേ? P12 എന്താണ്? P12 1 2 0.5 അല്ലേ? പെട്ടെന്ന് കിട്ടിയില്ലേ ആൻസർ? അപ്പൊ ഒന്നാമത്തെ ആൻസർ 0.5 എന്നാണ്. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താണ്? സിംഗിൾ സ്റ്റെപ്പ് ആണ്. x3 x2 x1 x0 ഒരു ക്രമത്തിൽ തന്നെയാണ്, ഹയർ ടു ലോവർ തന്നെയാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? കോമയാണ്. അപ്പൊ എന്താണ്?
P23. അടുത്തെന്താണ്? P12. അടുത്തെന്താണ്? P21 ഇൻറ്റു P2 അല്ലേ? x = 2 എന്ന് പറഞ്ഞാൽ എന്താണ്? P2. ഇത്രയും വേണം. കോമ വരുമ്പോഴത്തേക്ക് അവസാനം ഇൻറ്റു ലാസ്റ്റും കൂടെ വരും. പ്രോബിലിറ്റി ഓഫ് x = 2 എന്ന് പറഞ്ഞാൽ P2. എന്താണ് P23? 2 3 0.2. P12 എന്താണ്? 1 2 0.5. P21 എന്താണ്? P21 0.6 ഇൻറ്റു P2 എന്താണ്? P2 0.2 ആണ്. ഇത്ര ഇൻറ്റു എന്ന് കിട്ടുന്ന ആൻസർ .012 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എ പാർട്ടും ബി പാർട്ടും ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ഏതാണ്? മൂന്നാമത്തത് നോക്കാം. ഇതെങ്ങനെ ചെയ്യും? ഹയർ ടു ലോവർ ആണ് x2 x0. അതായത് x0 അല്ലെങ്കിൽ x2ലേക്ക് രണ്ട് ചാട്ടം. അപ്പൊ p സ്ക്വയറിലെ 1 3 അല്ലേ? p സ്ക്വയറിലെ 1 3 അല്ലേ? അപ്പൊ എന്ത് വേണം? p സ്ക്വയർ കണ്ടുപിടിക്കണം. p അറിയാം. p × p ആണ് p സ്ക്വയർ. p സ്ക്വയർ എന്ന് പറയുമ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ p × p കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് p സ്ക്വയർ കിട്ടുന്നത് 0.43, 0.31, 0.26, 0.34, 0.29, 0.42, 0.35, 0.24, 0.36. നമ്മൾ p സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? 1 2 3 p സ്ക്വയറില് എന്ത് വേണം? p സ്ക്വയറില് 1 3 അല്ലേ? p സ്ക്വയറിലെ 1 3 1 ലെ 3 0.26 ആണ് നമ്മുടെ ആൻസർ. ഒരു KT ക്വസ്റ്റ്യൻ ആണേ. ഇനി എന്തും കൂടെ വേണം? നാലാമത്തെ പാർട്ട്. ഇതും കൂടെ അല്ലേ ഉള്ളൂ. അതായത് പ്രോബിലിറ്റി ഓഫ് x2 = 3. ഇത് ചെയ്യാൻ നമ്മൾ 3 മെത്തേഡ് പഠിച്ചായിരുന്നു. ആദ്യം പഠിച്ച ഇത്ര ലെങ്തി മെത്തേഡ് ആയിരുന്നു. പിന്നെ അടുത്ത് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ് പഠിച്ചു. ഇനി എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് പഠിച്ചു. പ്രോബിലിറ്റി ഓഫ് x2 = 3 എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമുക്കൊരു ഫോർമുല ഉണ്ട്. πn = π0 × p⁻n എന്ന്. നമുക്ക് വേണ്ടത് x2. പ്രോബിലിറ്റി ഓഫ് x2 = x എന്ന് പറയുമ്പോൾ π2. π2 എന്ത് വരും? π2 = π0 × p². ഇതല്ലേ? π0 എന്താണ്? π0 നമ്മുടെ ഇനിഷ്യൽ പ്രോബിലിറ്റി ആണ്. π0 തന്നിട്ടുണ്ട്. 0.7, 0.2, 0.1, 0.7, 0.2, 0.1 ഇൻറ്റു നമ്മുടെ p² എന്താണ്? പിയുടെ സ്ക്വയർ അവിടെ ഇൻറ്റു വെക്കുക. അപ്പോൾ വരുന്നത് അതായത് π2 = ആണ് കിട്ടുന്നത് 0.7, 0.2, 0.1. p² എന്താണ്? 0.43, 0.24, 0.36. അടുത്ത് 0.31, 0.26, 0.42, 0.34, 0.35, 0.29. ഈ രണ്ട് മെട്രിക്സും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.385, 0.336, 0.279 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് മൂന്നും കൂടെ ആദ്യമേ 1 ആണ്. റോ വൈസ് സം 1 ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? π2 ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അതായത് പ്രോബിലിറ്റി ഓഫ് x2 = 1 ആണ്. പ്രോബിലിറ്റി ഓഫ് x2 = 1 എന്ന് പറയുന്നത് ആദ്യത്തേത് 0.385. ഇത് 1-ൻ്റെത്, ഇത് 2-ൻ്റെത്, ഇത് 3-യുടേത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് x2 = 2 എന്താണ്? 0.336. നമുക്ക് വേണ്ട എന്താണ്? പ്രോബിലിറ്റി ഓഫ് x2 = 3. അതെന്താണ്? മൂന്നാമത്തേത് 0.279. കണ്ടോ? നമ്മുടെ റിക്വയർഡ് ആൻസർ ആയി കഴിഞ്ഞു. നമുക്ക് വേണ്ടത് പ്രോബിലിറ്റി ഓഫ് x2 = 3 ആണ്. അതിപ്പോ കിട്ടിക്കഴിഞ്ഞു 0.279. ഇതൊരു KT ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്ക് ചോദിച്ചതാണ്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? ദി TPM ഓഫ് എ മാർക്കോവ് ചെയിൻ ഈസ് P തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ചെയിൻ. എന്താണ് ഈ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ചെയിൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ സോൾവിംഗ്
പൈ ഈക്വൽ ടു പൈ പി ആൻഡ് പൈ 1 പ്ലസ് രണ്ടെണ്ണല്ലേ ഉള്ളൂ പൈ 2 ഈക്വൽ ടു 1. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ചെയിൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ സോൾവിംഗ് പൈ ഈക്വൽ ടു പൈ പി ആൻഡ് പൈ 1 പ്ലസ് പൈ 2 ഈക്വൽ ടു 1. ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ 2/2 മെട്രിക്സ് അല്ലേ, അപ്പൊ രണ്ട് സ്റ്റേറ്റ്സേ ഉള്ളൂ പൈ 1ഉം പൈ 2ഉം. അതുകൊണ്ടാണ് പൈ 1 പ്ലസ് പൈ 2 ഈക്വൽ ടു 1. 3 സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ പൈ 1 പ്ലസ് പൈ 2 പ്ലസ് പൈ 3 ഈക്വൽ ടു 1 എന്ന് വരുമായിരുന്നു. ഇത് KTU ഡിസംബർ 2019 ഒരു 5 മാർക്ക് ക്വസ്റ്റൻ ആണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ 10 മാർക്ക് ക്വസ്റ്റ്യൻ, അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പാർട്ടാണ് ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ. എന്താണ് പൈ ഈക്വൽ ടു പൈ പി എന്ന് പറയുമ്പോൾ രണ്ടും ഒരു സൈഡ് ആക്കുമ്പോഴത്തേക്ക് പൈ പി മൈനസ് പൈ ഈക്വൽ ടു 0 എന്നാണ്. പൈ വെളിയിലാക്കുമ്പോൾ എന്ത് വരും? പി മൈനസ് പൈ വെളിയിൽ പോകുമ്പോൾ മെട്രിക്സ് അല്ലേ ഐ ഈക്വൽ ടു 0. രണ്ട് സൈഡും ട്രാൻസ്പോസ് എടുത്താൽ എന്ത് വരും? ടേക്കിംഗ് ട്രാൻസ്പോസ് ഓൺ ബോത്ത് സൈഡ്സ് പി മൈനസ് ഐ ട്രാൻസ്പോസ് ഇൻറ്റു പൈ ട്രാൻസ്പോസ് ഈക്വൽ ടു 0 ട്രാൻസ്പോസ് എന്നല്ലേ. പി എന്താണ്? പി നമ്മുടെ 1/2 1/2 1/3 2/3 മൈനസ് ഐ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1 അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക ഇൻറ്റു പൈ ട്രാൻസ്പോസ് എന്താണ്? പൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ മതി പൈ 1 പൈ 2 ഈക്വൽ ടു 0 0 എന്നാണ്. അപ്പൊ എന്ത് വരും? ആദ്യം നമുക്കിത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 1/2 മൈനസ് 1 മൈനസ് 1/2 അടുത്തത് 1/2 1/3 മൈനസ് 1/3 ഇതിന്റെ ട്രാൻസ്പോസ് വേണം. എന്നിട്ടാണ് പൈ 1 പൈ 2 ഈക്വൽ ടു 0 0 ഇതല്ലേ. ഇതിന്റെ ട്രാൻസ്പോസ് എന്താണ്? റോ എടുത്ത് കോളം ആക്കുക, കോളം എടുത്ത് റോ ആകുക. ഇൻറ്റു പൈ 1 പൈ 2 ഈക്വൽ ടു 0 0 എന്നാണ്. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് മൈനസ് 1/2 പൈ 1 മൈനസ് 1/2 പൈ 1 പ്ലസ് 1/3 പൈ 3 പൈ 2 ഈക്വൽ ടു 0 ഒരെണ്ണം. അടുത്തത് 1/2 പൈ 1 മൈനസ് 1/3 പൈ 2 ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ടും എന്താണ്? ലീനിയർലി ഡിപ്പെൻഡന്റ് അല്ലേ. ആദ്യത്തെ ലീനിയർ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലയർ ആണ് രണ്ടാമത്തത്. ആദ്യത്തേലെന്ന് ഒരു മൈനസ് മൾട്ടിപ്ലയർ രണ്ടാമത്തെ കിട്ടും. അപ്പൊ ഒരു ഇക്വേഷൻ അല്ലേ ഉള്ളൂ അല്ലേ. രണ്ടും ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഒരു ഇക്വേഷൻ എടുത്താൽ മതി. അപ്പൊ എന്ത് വരും? 1/2 പൈ 1 ഈക്വൽ ടു 1/3 പൈ 2 എന്നല്ലേ അല്ലേ. അപ്പൊ എന്ത് പറയാം? ഇങ്ങോട്ട് കയറും 3 പൈ 1 ഈക്വൽ ടു 2 പൈ 2 ഇതാണല്ലോ. അതായത് പൈ 1 ബൈ 2 ഈക്വൽ ടു പൈ 2 ബൈ 3 ഈക്വൽ ടു കെ എന്ന് പറഞ്ഞൂടെ അല്ലേ. ഇങ്ങനെ പറയാലോ. അപ്പൊ എന്ത് വരും? പൈ 1 ബൈ 2 ഈക്വൽ ടു കെ ആണ്. അതേപോലെ പൈ 2 ബൈ 3 ഈക്വൽ ടു കെ ആണ്. അപ്പൊ എന്ത് വരും? പൈ 1 ഈക്വൽ ടു 2k പൈ 2 ഈക്വൽ ടു 3k. പൈ 1ഉം പൈ 2ഉം കിട്ടി കഴിഞ്ഞു. ഇനി എന്തും കൂടെ വേണം? നമ്മൾ ഇത് എടുത്തില്ലല്ലോ, അത് മാത്രമല്ലേ ചെയ്തുള്ളൂ. അപ്പൊ ഇതും കൂടെ എടുക്കണം. പൈ 1 പ്ലസ് പൈ 2 ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ എന്ത് വരും? പൈ 1 പ്ലസ് പൈ 2 ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ എന്ത് വരും? 2k പ്ലസ് 3k 5k ഈക്വൽ ടു 1 എന്നല്ലേ. 2k പ്ലസ് 3k ഈക്വൽ ടു 1 ആണ്. അതായത് 5k ഈക്വൽ ടു 1 ആണ്. അപ്പൊ k എന്ത് വരും? 1/5 എന്ന് കിട്ടും. k 1/5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൈ 1 പൈ 2 ഒക്കെ എന്താണ്? പൈ 1 എന്ന് പറയുന്നത് 2k ആണ്. അപ്പൊ 2/5. പൈ 2 എന്താണ്? 3k അതായത് 3/5. പൈ 1ഉം പൈ 2ഉം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ എന്താണ്? പൈ ഈക്വൽ ടു എന്താണ് കിട്ടിയത്? പൈ ഈക്വൽ ടു ഇതാണ് പൈ 1 പൈ 2. പൈ 1 എന്താണ്? 2/5 പൈ 2 3/5 കണ്ടോ. ആൻസർ ആയി കഴിഞ്ഞു. KT ക്വസ്റ്റൻ ആണ്. 5 മാർക്ക് ചോദിച്ചതാണ്. ഓക്കെ.